ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് രസകരമായിട്ടുള്ള എന്നാൽ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രസകരം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ യൂട്യൂബ് ചാനലിൽ നമ്മളെ റവന്യൂ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. നമ്മൾ പലരും പറയാറുണ്ട് $50, $60 അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ നമ്മുടെ ചാനലിലൂടെ യഥാർത്ഥത്തിൽ പരസ്യം കാണിച്ചിട്ടുള്ള വരുമാനം എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, യൂട്യൂബ് നമുക്ക് റവന്യൂ തരുന്നുണ്ട്. നമുക്ക് $100 യൂട്യൂബ് നമുക്ക് തരുമ്പോൾ എത്ര ഡോളറാണ് ആക്ച്വലി നമുക്ക് യൂട്യൂബിലൂടെ ആ മാസം ലഭിച്ചിട്ടുണ്ടാവുക? യൂട്യൂബ് നമുക്ക് തരുന്നതായിരിക്കും മിക്ക ക്രിയേറ്റേഴ്സും നോക്കുന്നത്. നമ്മൾ അനലിറ്റിക്സ് എടുത്ത് എത്ര റവന്യൂ വന്നു, $100, $120, $200 ആണോ? അതല്ലേ. പക്ഷേ ഈ $200 യൂട്യൂബ് നമുക്ക് തരുന്നത് ഫ്രീ ആയിട്ടല്ലല്ലോ. നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന വരുമാനം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് തരില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു വിഹിതമാണ് നമുക്ക് തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ എത്ര വരുമാനം അല്ലെങ്കിൽ എത്ര രൂപയുടെ പരസ്യം കാണിച്ച് യൂട്യൂബിന് എത്ര കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്രയാണ് നൽകുന്നത്, യൂട്യൂബ് നൽകിയത്, ഈ ഒരു കണക്ക് അറിയണം. അല്ലെങ്കിൽ അത് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇത്രയും വരുമാനം കിട്ടിയിട്ട് ഇതാണോ യൂട്യൂബ് നമുക്ക് തരുന്നത് എന്നുള്ളത്. അത് എത്രയാണ്, എങ്ങനെയാണ് എന്നറിയുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ അതൊന്ന് കാണുമ്പോൾ ഭയങ്കര നിരാശ തോന്നാറുണ്ട്. എന്റെ ചാനലിൽ ഇത്രയും പരസ്യം യൂട്യൂബിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ യൂട്യൂബ് നേടിയിട്ട് ഇത്രയാണല്ലേ നമുക്ക് തരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ചാനലിലും അതുപോലെ എത്രയാണ് യൂട്യൂബ് ഏൺ ചെയ്യിപ്പിച്ചത്, അതിൽ നിന്ന് എത്രയാണ് നമുക്ക് തന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഒരു ചാനലിലെ വീഡിയോ അനലിറ്റിക്സ് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റവന്യൂവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കാം. ഈ ഒരു ആദ്യം കാണുന്ന ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അനലിറ്റിക്സിൽ പോയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഓവർവ്യൂ എന്നുള്ള ഭാഗത്ത് വ്യൂസ് കാണാം, അതുപോലെ അതിൻ്റെ റവന്യൂ. അപ്പോൾ ഇവിടെ വ്യൂസ് എന്ന് പറയുന്നത് 3,04,000 വ്യൂസ് ഉണ്ട്. 3,04,000-ലധികം വ്യൂസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വന്ന റവന്യൂ 15,418 രൂപയാണ്. അപ്പോൾ നമുക്ക് 3 ലക്ഷത്തിന് ഏകദേശം ഒരു 15,000 രൂപ വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു അനലിറ്റിക്സിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് റവന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ 3 ലക്ഷത്തിന് 15,000 എന്ന് പറയുമ്പോൾ ഏകദേശം 1,05,000 വെച്ചിട്ടില്ലേ, 2 ലക്ഷത്തിന് 10, 3 ലക്ഷത്തിന് 15,000. ഈ ഒരു വീഡിയോൻ്റെ മാത്രം പെർഫോമൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അനലിറ്റിക്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം RPM എന്ന് പറഞ്ഞിട്ട്, അതായത് 1000 വ്യൂസിന് എനിക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് 50 രൂപയാണ്. അപ്പോൾ 3,04,000 വ്യൂസിന് 50 രൂപ വെച്ചിട്ട് 15,418 രൂപ കറക്റ്റാണ്. അതായത് 1000 വ്യൂസിന് നമുക്ക് 50 രൂപ വരുമ്പോൾ 3,04,000-ന് 50 രൂപ വെച്ചിട്ട് 15,000-ലധികം രൂപ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് കറക്റ്റായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ച റവന്യൂ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അത് RPM വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും 15,418 രൂപ കറക്റ്റാണ്. ഇനി നമുക്ക് തൊട്ടു താഴെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹൗ മച്ച് അഡ്വർടൈസേഴ്സ് പേ എന്നുള്ളത്. അതായത് ഈ ഒരു വീഡിയോയിൽ പരസ്യത്തിലൂടെ വരുമാനം, അതായത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ചിലവഴിച്ച തുക, അതായത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന കമ്പനികൾ നമ്മുടെ വീഡിയോയിൽ ചിലവഴിച്ചത് 1000 വ്യൂസിന് 89 രൂപയാണ്. അപ്പോൾ ആ ഒരു 1000 വ്യൂസിന് 89 രൂപ എന്ന് പറയുമ്പോൾ 3,04,000-ന് 89 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു കണക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് എടുത്തിട്ട് ഇവിടെ യൂട്യൂബിൻ്റെ ആഡ് റവന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ എത്ര രൂപയുടെ പരസ്യം കാണിച്ചു എന്ന് നമുക്കിവിടെ കാണാം. 27,835 രൂപയുടെ പരസ്യം കാണിച്ചു. അതിൽ നിന്ന് നമുക്ക് തന്നത് 15,418. അപ്പോൾ ഏകദേശം ഒരു 10-12,000 രൂപ യൂട്യൂബ് എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ലഭിച്ചത് 27,835, 89, 90 രൂപ. 1000 വ്യൂസിന് 90 രൂപയുടെ പരസ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് തന്നത് 50 രൂപയാണ് 1000 വ്യൂസിന്. അങ്ങനെ നമുക്ക് കിട്ടിയത് 15,000-ലധികം രൂപയാണ്. അപ്പോൾ ഇവിടെ 27,835 രൂപ യൂട്യൂബിന് കിട്ടിയപ്പോഴാണ് അവർ 15,000-ലധികം രൂപ നമുക്ക് തന്നത്. ഇനി ജസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 1,21,000 വ്യൂസിന് നമുക്ക് 7,000 രൂപ കിട്ടിയിട്ടുണ്ട്, 7,191 രൂപ. അപ്പോൾ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ
അവർ പറയുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ RPM CPM ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, ലെങ്ത്ത് കൂട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ളത് 13,000 രൂപയാണ്. അതിൽ നിന്ന് യൂട്യൂബ് നമുക്ക് നൽകിയത് 7,000 രൂപയാണ്. ഏകദേശം 6,000 രൂപ യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 55-45 ആ ഒരു റേഷ്യോ ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ റവന്യൂവിൻ്റെ 55% യൂട്യൂബ് നമുക്ക് തന്നിട്ട് 45% അവരെടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ചാനലിൽ പല രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് 365 ഡേയ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റവന്യൂ ഏകദേശം 5,35,000 വരുമ്പോൾ 3,24,000 യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1,69,000 രൂപ വരുമ്പോൾ 1,06,000 യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ ഒരു അനലിറ്റിക്സ് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ എത്ര രൂപയുടെ പരസ്യം വന്നു എന്നുള്ളതാണ്. അതുപോലെ എത്ര യൂട്യൂബ് നമുക്ക് തന്നു. അപ്പോൾ RPM CPMുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. RPM എന്ന് പറയുമ്പോൾ 1000 വ്യൂസിന് യൂട്യൂബ് നമുക്ക് എത്ര തരുന്നു. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വ്യൂസിന് യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ എത്ര രൂപയുടെ പരസ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. ഈ രണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും. RPM എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം. അതിന് ഒരുപാട് ട്രിക്കുകൾ ടിപ്സുകൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുമ്പോഴാണ് ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കണക്ക് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എല്ലാവർക്കും ഈ ഒരു റൂള് വെച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് റവന്യൂ നൽകുന്നത്. ഇപ്പൊ യൂട്യൂബ് അവരുടെ പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ അവരുടെ ഭാഗം എടുത്തിട്ട് ബാക്കിയാണ് നമുക്ക് തരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റൈസേഷന്റെ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര റേഷ്യോ അവരെടുക്കും നമ്മൾ എടുക്കുന്നൊക്കെ. അതൊക്കെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷന് അപ്രൂവ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.